എന്തായിരിക്കും അഷികയ്ക്ക് ചേട്ടനിൽ ഇഷ്ടപ്പെട്ട ഒരു ക്വാളിറ്റി എന്തായിരിക്കും? അങ്ങനെ ഇപ്പൊ ഞാൻ ബേസിക്കലി ഭയങ്കര ഐ ഹാഡ് ഗോൺ ത്രൂ എ ലോട്ട് ഓഫ് ഇമോഷണൽ ട്രോമാസ്. അപ്പോൾ ഞാൻ ഇന്റർവ്യൂസിൽ തന്നെ കുറേ പറഞ്ഞിട്ടുണ്ട്. കാരണം എല്ലാ പെൺകുട്ടികൾക്കും ഒരു പാമ്പറിങ് അല്ലെങ്കിൽ ഒരു കെയറിങ് പാർട്ട്ണർ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഡ്രീം ആക്ച്വലി. അപ്പോൾ ഇപ്പോഴത്തെ ഒരു സമയത്ത് നമുക്ക് ആരെയും ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ലൈക്ക് എപ്പോഴാണ് നമ്മളെ ലെറ്റ് ഡൗൺ ചെയ്യുക എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ ഏട്ടൻ്റെ ഭാഗത്തുനിന്ന് വാട്ട് ഐ ഫെൽറ്റ് ഇസ് ലൈക്ക് ഹീസ് മൈ പേർപ്പിൾ. അതായത് പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടൊന്നുമല്ല, ഇരുത്തിക്കൊണ്ട് പറയുന്നതല്ല, അങ്ങനെ പ്രത്യേകിച്ച് എനിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ അങ്ങനെ എന്തെങ്കിലും അങ്ങനെയൊന്നും അല്ല. പക്ഷെ ഹീസ് ദേർ ആൻഡ് ഐ എം പീസ്ഫുൾ. ലൈക്ക് എനിക്കിപ്പോൾ എന്തുണ്ടെങ്കിലും ഹീസ് ദ ഫസ്റ്റ് പേഴ്സൺ ടു റൺ ഓഫ്. ഏട്ടാ എനിക്ക് ഇന്ന പ്രശ്നമുണ്ട്, ഏട്ടാ അത് ഇങ്ങനെ ഉണ്ടായി. ഞാൻ ആക്ച്വലി പാനിക് ബട്ടറാണ് ഭയങ്കരമായിട്ട്. ഏട്ടാ അതങ്ങനെ ഉണ്ടായി, ഇതിങ്ങനെ ഉണ്ടായി. ഏട്ടൻ ഇസ് ഓൾവേസ് ലൈക്ക് നമുക്കത് ചെയ്യാന്നേ, നമുക്കിത് ചെയ്യാന്നേ, അതിനെന്തത് നമുക്ക് ചെയ്യാം. അപ്പോൾ എനിക്ക് എപ്പോഴും ഭയങ്കര പോസിറ്റീവ് ഇൻപുട്ടാണ് ഓരോ സ്റ്റെപ്പിലും. ബേസിക്കലി അതാണ് എനിക്ക് ഭയങ്കര ഒരു കോൺഫിഡൻസ് തരുന്ന ഒരു ഫാക്ടറാണല്ലോ. നമുക്ക് എന്തുണ്ടെങ്കിലും നമുക്കൊരു ഒരു ബാക്കപ്പിന് ഒരാളുണ്ടാവുക എന്ന് പറയുന്നത് ഇറ്റ്സ് എ വെരി ബിഗ് തിങ്. ഓക്കെ, ചേട്ടൻ എന്താണ് ആഷികയിലേക്ക് ഇഷ്ടപ്പെട്ട ക്വാളിറ്റി? ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അവള് കുട്ടികളി ഭയങ്കര ഇഷ്ടം എനിക്ക്. ഇതേപോലെ എല്ലാം പറഞ്ഞിട്ട് എല്ലാം ഇപ്പൊ സെറ്റിൽ ഉണ്ടായി കഴിഞ്ഞാൽ അപ്പൊ തന്നെ വിളിച്ചു പറയും. ഒക്കെ നീ വിളിച്ചു പറയും എന്തെന്ന് പറഞ്ഞാൽ ഏട്ടാ എങ്ങനെ നടന്നിട്ടുണ്ട് കേട്ടോ, എന്താ ചെയ്യണ്ട ഒക്കെ എന്നോട് എന്നോടെല്ലാം പറയും. അതന്നെയാണ് ഹീസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്. സോ നമുക്ക് ആ ഒരു ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രണ്ട് എന്ന് പറയുന്നത് നമ്മൾ അതല്ലേ ഫസ്റ്റ് നമ്മൾ ഇത് ചെയ്യാം. ഒരു സ്റ്റേജ് വരയ്ക്കും ഞാൻ അമ്മയോടായിരുന്നു എല്ലാം ഷെയർ ചെയ്യാം. ലൈക്ക് അമ്മ സ്റ്റിൽ മൈ ബെസ്റ്റ് ഫ്രണ്ട്. അമ്മ പറയും അമ്മയ്ക്ക് വിളിക്കലില്ല അല്ല അങ്ങനെയല്ല. ലൈക്ക് നമുക്ക് ഓരോ സ്റ്റേജ് കഴിയുമ്പോൾ നമുക്ക് ഇതിപ്പോ അമ്മേനെ ഞാൻ കുറെ ബുദ്ധിമുട്ടിച്ചു, ഇനി കുറച്ച് ഏട്ടനെ ബുദ്ധിമുട്ടിക്കും. അപ്പൊ പറഞ്ഞ അമ്മയാണ് എല്ലാം എല്ലാം അല്ലേ? ഓക്കെ, അപ്പൊ അമ്മ ഇപ്പൊ എത്രത്തോളം ഹാപ്പിയാണ്? അമ്മ ഭയങ്കര ഹാപ്പിയാണ്. ഭയങ്കര ഹാപ്പി എന്ന് പറഞ്ഞാൽ ഐ തിങ്ക് അമ്മയുടെ ലൈഫിൽ അമ്മ ഡ്രീം ആയിട്ട് കൊണ്ട് വെച്ചിരുന്നത് ചിലപ്പോൾ എൻ്റെ കല്യാണം എന്നായിരിക്കും. അമ്മ പക്ഷെ എന്നെ ഒരിക്കലും ഇൻസിസ്റ്റ് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. അതായത് ഇപ്പോൾ എന്താ പറയുക ഇന്ന ആളെ കല്യാണം കഴിക്കണം അല്ലെങ്കിൽ ഇന്ന കാര്യം ചെയ്യണം അങ്ങനെ ഇൻസിസ്റ്റ് ചെയ്തിട്ടില്ല. പക്ഷെ എനിക്കറിയാം അമ്മ എത്രത്തോളം എൻ്റെ കാര്യത്തിൽ ടെൻസ്ഡ് ആയിരുന്നു എന്നുള്ളത്. കാരണം ഞാൻ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നു, ഒറ്റയ്ക്കെല്ലാം ഡീൽ ചെയ്യുന്നു, അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷനാണ്. അപ്പോൾ ഏട്ടൻ എന്ന് പറയുന്ന സംഭവം ഐ തിങ്ക് അമ്മയ്ക്ക് ഭയങ്കര ഒരു പ്രൊട്ടക്റ്റീവ്നെസ് കൊടുക്കുന്ന ഒരു ഫാക്ടറാണ്. സോ ഷീ ഈസ് വെരി മച്ച് ഹാപ്പി. അപ്പൊ നമ്മുടെ ഷോയുടെ പേര് എന്ന് പറഞ്ഞാൽ സുന്ദരി നീയും സുന്ദരൻ ഞാനും. ഞാനൊരു ചെറിയ സെഗ്മെന്റിലേക്ക് കൊണ്ടുപോവാണ്. ഈ സെഗ്മെന്റിന്റെ പേരാണ് മെയ്ഡ് ഫോർ ഈച്ച് അതർ. ഓക്കെ, ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും, നിങ്ങൾ ബോർഡിൽ എഴുതണം. ഓക്കെ, അപ്പൊ നമുക്കറിയാലോ എത്രത്തോളം നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്കായിട്ടുള്ള പണിയായുധങ്ങളൊക്കെ എന്റെ കയ്യിലുണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ സെഗ്മെന്റിന്റെ പേരാണ് മെയ്ഡ് ഫോർ ഈച്ച് അതർ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിവാഹ തിരക്കുകളെല്ലാം കഴിഞ്ഞിട്ട് വേണം ഈ ഒരു കാര്യം ചെയ്യാൻ, പക്ഷെ ഇത്രയും ദിവസമായിട്ടും അത് നടന്നിട്ടില്ല. എന്ത്? കുറെ കാര്യങ്ങളുണ്ട്. എന്നാലും നിങ്ങള് എന്താ പറയാ തിരക്കുകളൊക്കെ കഴിഞ്ഞിട്ട് ചെയ്യണം എന്ന് വിചാരിച്ചൊരു കാര്യമായിരിക്കും, പക്ഷെ ഇതുവരെ നടന്നിട്ടില്ല. അതെന്തായിരിക്കും? ഞങ്ങൾ ഇപ്പൊ ആക്ച്വലി അതിന്റെ പ്ലാനിങ്ങിലാണ്. ആണോ? ചേട്ടൻ ഒരുപാട് ചിന്തിക്കുന്നു. മനസ്സിലായി. പെട്ടെന്ന് എഴുതുന്നത് ചേച്ചി എഴുതി കഴിഞ്ഞു. എഴുതി കഴിഞ്ഞോ? ഓക്കെ, അപ്പൊ ക്യാമറയിൽ കാണിച്ചോ. രാമേശ്വരം ട്രിപ്പ് ആൻഡ് ഇന്റർനാഷണൽ ട്രിപ്പ് ഹണിമൂൺ. ഓക്കെ, കുഴപ്പമില്ല. അതായത് തെറ്റാണ് പ്രൊഡ്യൂസർ പറഞ്ഞു തെറ്റൊന്നുമല്ല, രണ്ടും സെയിം തന്നെ. ഇറ്റ് ബിലോങ്സ് ടു ദിസ്. ഇന്റർനാഷണൽ ട്രിപ്പ് ഞങ്ങൾ കുറെ ആയിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നു, പക്ഷെ ഇതുവരെ നടന്നിട്ടില്ല. എവിടെ പോവാനാണ്? ഞങ്ങള് മാൽദീവ്സ് ഓർ തായ്ലൻഡ് ആണ്. കാരണം ഏട്ടനും ഇതുവരെ അങ്ങനെ ഇന്റർനാഷണൽ ട്രിപ്സ് പോയിട്ടില്ല. ഞാന് ദുബായ് ഒക്കെ പോയിട്ടുണ്ടെന്നല്ലാണ്ട് അങ്ങനെ ഒരു എൻജോയ്മെന്റ് എന്നൊരു ഇതിൽ ഞാൻ പോയിട്ടില്ല. ഞങ്ങൾ അതാണ് ആക്ച്വലി പ്ലാൻ. ഈ ഒരു 2 വീക്സിൽ എവിടെയൊക്കെ പോയി? ഈ ഒരു 2 വീക്സിൽ ഞങ്ങള് മൂന്നാർ പോയി, ഞങ്ങൾ വീടിനടുത്തുള്ള എല്ലാ സ്ഥലങ്ങളും പോയി, കുറെ സമാധാനത്തോടെ ഇരുന്നു. അല്ല, കുറെ പീസ്ഫുൾ ആയിട്ട് ഇരുന്നു. തിരക്കുകളൊക്കെ ആയി. അപ്പൊ എന്തായാലും തെറ്റാണെന്നാണ് ഞങ്ങളെ പ്രൊഡ്യൂസർ പറയുന്നത്. തെറ്റില്ലാണ്ട് ഒന്നും തന്നെ. ഓക്കെ ആണോ? പറഞ്ഞു. അപ്പൊ പിന്നെ ഓക്കെ. അടുത്തത്,
പ്രണവേട്ടൻ ആഷികയോട് സംസാരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആൾ ഇറിറ്റേറ്റഡ് ആവുന്നത് എന്തിന്? ഇറിറ്റേറ്റഡ് ആവോ തങ്കപ്പെട്ട മനുഷ്യനെ കണ്ടിട്ട്? നോ. ഒന്നും ചോദിക്കോ? പ്രണവേട്ടൻ നിങ്ങൾ അങ്ങോട്ടും ഏറ്റവും കൂടുതൽ ദേഷ്യം ഇല്ല. എനിക്ക് ദേഷ്യം വരുന്നു. ഏറ്റവും കൂടുതൽ ഇറിറ്റേറ്റഡ് ആവുന്നത് എപ്പോഴാണ്? ചേച്ചി എഴുതി 5 4 3 2 കഴിഞ്ഞ നോക്കട്ടെ ഓടോ. ചില ഫോട്ടോഷൂട്ട്സ് നോക്കട്ടെ. കുട്ടിക്കളി. ഓക്കെ. ചില സമയങ്ങളില് കുട്ടികളെ കാണുമ്പോ ദേഷ്യം വരുമോ? ചിലപ്പോ ഫോട്ടോഷൂട്ട്സിന് ദേഷ്യപ്പെടാറുണ്ടോ? ദേഷ്യമല്ല, ചിലപ്പോ ഇറിറ്റേഷൻസ് വരും. ചോദിക്കും അതെന്തിനാ അങ്ങനെ പറഞ്ഞിട്ടുള്ളൊരു ഫോട്ടോഷൂട്ട് ഏതാ? അങ്ങനൊന്നുമില്ല, അങ്ങനൊന്നുമില്ല, സ്പെസിഫിക്കലി ഒന്നും അല്ല. ഇപ്പൊ എന്തെങ്കിലും ഒരു ഡിസ്കഷൻ വരുമ്പോൾ ഇപ്പം ഞാൻ പറയും എനിക്ക് കുറച്ച് എന്തെങ്കിലും അഡ്വാൻസറസ് ആയിട്ട് ചെയ്യണം. ഇറ്റ്സ് നോട്ട് അബൌട്ട് അതിന് ഇഷ്ടമല്ല എന്നല്ല, ഒരു സേഫ്റ്റി കൺസേൺ എന്നുള്ളൊരു ഇതിലിങ്ങനെ പറയും. അപ്പോൾ ഓക്കെ, അപ്പം ഞാൻ ഐ മേക്ക് ഹിം അണ്ടർസ്റ്റാൻഡ്. അല്ല ഏട്ടാ ഇത് ഇങ്ങനെയാണ്, ഇത് ഇന്ന കാരണം കൊണ്ടാണ്. അപ്പോൾ ഓക്കെ, അപ്പോൾ ഈസ് ലൈക്ക് ഓക്കെ ആ ശരി ഓക്കെ അങ്ങനെയാണെങ്കിൽ ഓക്കെ നിന്റെ ഇഷ്ടം, അങ്ങനെയാണെങ്കിൽ നീ ചെയ്തു. പക്ഷെ ഏട്ടൻ്റെതായിട്ടുള്ള ഒരു ഇത് പറയും, ഒരു ഒപ്പീനിയൻ പറയും. ഓക്കെ. അപ്പം ഇപ്പൊ ചില ഫോട്ടോഷൂട്ട്സിന്റെ ഒക്കെ താഴെ നെഗറ്റീവ് കമന്റ്സ് ഒക്കെ വരാറില്ലേ? അപ്പൊ അതൊക്കെ കാണുമ്പോൾ ചേട്ടൻ എങ്ങനെയാണ്? ലൈക്ക് സപ്പോർട്ടീവ് ആയിട്ടാണോ? ഏട്ടൻ എന്താ വെച്ചാൽ ഞാൻ ഇത്രയും ദിവസം സത്യം പറഞ്ഞാൽ ഞാനത് ഇഗ്നോർ ചെയ്യുമായിരുന്നു. നമുക്ക് വരുന്ന സൈബർ അറ്റാക്സും മെസ്സേജസും എല്ലാം ഇഗ്നോർ ചെയ്യുമായിരുന്നു. പക്ഷെ ഇപ്പം എങ്ങനെയാ വെച്ചാൽ എനിക്ക് കുറച്ചും കൂടി ഒരു ധൈര്യം വന്നു. അപ്പം ഏട്ടൻ്റെ അടുത്ത് പറയാം നീ എന്തിനാ കേട്ടോണ്ട് നിൽക്കുന്നത്, നമുക്കത് റിയാക്ട് ചെയ്യാം. ഞങ്ങൾ സത്യം പറഞ്ഞപ്പോൾ ഇന്നലെ സൈബർ സ്റ്റേഷനിൽ പോയി വന്നേ ഉള്ളൂ. ഈ ഫോട്ടോസ് മോർഫ് ചെയ്തിട്ട് സ്പ്രെഡ് ചെയ്യുന്നത്, അതേപോലെ അത് സ്റ്റോക്ക് ചെയ്യുന്നത്, അത് വെച്ചിട്ട് സൈബർ അറ്റാക്ക് ചെയ്യാൻ ട്രൈ ചെയ്യുന്നത്. അപ്പം ഞങ്ങൾ ഇങ്ങനെ മൂന്നാറുള്ള സമയത്ത് ഞങ്ങളൊരു സ്റ്റോറി കണ്ടു ഒരു അക്കൗണ്ടിൽ നിന്ന്. അപ്പോൾ അതിൽ സ്റ്റോറിയിൽ ഒരു മോർഫ്ഡ് പിക്ചർ ആയിരുന്നു, ലൈക്ക് തല എൻ്റെ ആയിരുന്നു ആൻഡ് ബോഡി വാസ് സംതിങ് ഇല്ലിസിറ്റ്. അപ്പോൾ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ദേഷ്യം വന്നു. അപ്പോൾ ഞാൻ അവർക്ക് മെസ്സേജ് അയച്ചു, പറഞ്ഞു യു ആർ ടേക്കിംഗ് ദിസ് ഡൗൺ ഓർ എൽസ് ഐ ആം ഗോയിങ് ടു ഫയൽ എ സൈബർ കംപ്ലയിൻറ്റ്. അപ്പോൾ ഏട്ടൻ പറഞ്ഞു നീ മെസ്സേജ് അയക്കി എടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നു പറഞ്ഞു. ഞാൻ കോൾ എടുക്കുമോ ചോദിച്ചപ്പോൾ പുള്ളിക്കാരൻ ആ അപ്പുറത്ത് എന്നിലിരിക്കുന്ന ആൾ വിചാരിച്ച് ഞാൻ വിളിക്കാൻ വേണ്ടിയിട്ടാണെന്നായിരിക്കാം, മേ ബി അത്ര ബുദ്ധിയേ ഉള്ളൂ അവന്. അപ്പോൾ ഞാൻ വിളിച്ചിട്ട് ഞാൻ നല്ലോണം ഞാൻ പറഞ്ഞപ്പോൾ അവനതൊരു പ്രശ്നമേ അല്ല. ലൈക്ക് നിങ്ങൾ കേസ് കൊടുത്തോ, നിങ്ങളിത് ചെയ്തോ. അപ്പോൾ എനിക്ക് മനസ്സിലാവാത്തത് എന്ത് ധൈര്യമാണ് അവർക്ക്, ഹൗ ഡെയർ അങ്ങനെ ചെയ്യാൻ. എൻ്റെ മാത്രമല്ല കേട്ടോ, ആ പേജസിൽ ഒരുപാട് പേരുടെ ഞാൻ കണ്ടു, ആർട്ടിസ്റ്റുകളായിട്ടും സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ടിരിക്കുന്ന ഒരുപാട് പേരുടെ ഫോട്ടോസും വീഡിയോസും ഞങ്ങൾ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ സങ്കടം തോന്നി. അവരുടെ വീട്ടിലെ ഒരാളായിരുന്നെങ്കിൽ അവരങ്ങനെ ചെയ്യില്ല. അപ്പം ഞാൻ ചോദിച്ചു നിങ്ങളുടെ അമ്മയുടെ ഫോട്ടോ ആണ് ഞാൻ മോർഫ് ചെയ്തിട്ടുണ്ട് ഞാൻ പോസ്റ്റ് ചെയ്ത് നിങ്ങൾ സമ്മതിക്കും? അതില്ല. അപ്പം അതെന്താ, ബാക്കിയുള്ള പെൺകുട്ടികളൊന്നും അവർക്ക് പ്രശ്നമല്ല. അപ്പോൾ ഏട്ടൻ പറഞ്ഞു നമുക്ക് കേസ് ഫയൽ ചെയ്യാം, FIR ആയിട്ട് തന്നെ ഫയൽ ചെയ്യാം.